So today we are going to discuss about one of the problem which is more related to kinematic equation that we have already discussed in our previous class. So the problem says that we have to show that the time of ascent is equal to time of descent for a body which is projected with initial velocity u. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ what will be its time of ascent and time of descent, and we have to show that, or we have to prove here that the time of ascent is equal to time of descent of that body which is projected from the ground with some initial velocity u. Okay, so first of all, for that we have to consider here we can see a body is projected with some initial velocity u, okay, under the gravity. So first of all we have to understand that the time of ascent, what is mean by the term time of ascent and what is mean by the term time of descent. Actually time of ascent ennu paranju kazhinjal, when the object is projected with some initial velocity u, we have to find the time required to reach at the highest point. Okay, അതായത് ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തി ആ ടൈമിനെ, അങ്ങോട്ട് എത്താൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയും, TA എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. Whereas time of descent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you know that when the object reaches its highest point which have to travel back to the ground, അല്ലേ, അവർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. സോ ആ ഫ്ലൈറ്റിനെയാണ് നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്, ആ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ടൈം ഓഫ് അസെൻറ്റ്, ഓക്കെ, ടൈം ഓഫ് അസെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ഓക്കെ, ടൈം ഓഫ് അസെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി you have to consider the kinematic equation called v is equal to u plus at. Okay, നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് വെരി വെൽ നോൺ ഇക്വേഷൻ ആണ്, നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻ ആണ്, വെലോസിറ്റി ടൈം റിലേഷൻ, ദാറ്റ് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v is equal to u plus at, and we have to consider, or we have to show each values, ഓരോ വാല്യൂസും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. സി, ഇഫ് എൻ ഓബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി, അപ്പം നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റി u തന്നിട്ടുണ്ട്, അല്ലേ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഹിയർ, ഈ ഹയസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി, അതിൻ്റെ വെലോസിറ്റി 0 ആകുന്നുണ്ട്. സോ വി നോ ദാറ്റ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ഓക്കെ, ആ ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. And what will be the acceleration here? Okay, നമ്മൾ ഈ കേസിലെ ആക്സിലറേഷൻ എത്രയായിട്ട് എടുക്കണം? When an object is thrown in the gravity, ഗ്രാവിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി റിമെമ്പർ ഹിയർ. എപ്പോഴും നമ്മൾ ആക്സിലറേഷൻ അവിടെ -g ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹിയർ. അപ്പോൾ എല്ലാ വാല്യൂസുമായി നമുക്ക് ആരെ മാത്രം കണ്ടുപിടിക്കണം, നമുക്ക് ഈ കേസിലെ ടൈമിനെ കാണണം. ആൻഡ് നമ്മുടെ കേസിലെ ടൈമിനെ നമ്മൾ വിളിച്ച പേര് ടൈം ഓഫ് അസെൻറ്റ് എന്നാണ്. സോ യു ക്യാൻ ഡിനോട്ട് ദാറ്റ് ടൈം ആസ് TA. Now what we can do is you can substitute all these values. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So you get the values like v, final velocity will be 0, is equal to u തന്നെ എഴുതുന്നു, that is initial velocity plus, okay, acceleration -g ആണ്, time of flight TA നമ്മൾ represent ചെയ്യുന്നു. So this one can be written as 0 is equal to u പ്ലസും മൈനസും കൂടെ ചേർന്ന് നമുക്ക് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്, മൈനസ് ആയിട്ട് മാറുന്നുണ്ട്, -gTA. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു മൈനസ് ടേം കാണുന്നുണ്ട്, -gTA എന്ന് പറയുന്ന ടേം. ഈ ടേമിനെ നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. സോ ദാറ്റ് മൈനസ് വാല്യൂ വിൽ കൺവേർട്ടഡ് ഇൻ ടു പോസിറ്റീവ് വാല്യൂ. നൗ വി ഹാവ് gTA is equal to u and TA can be written as, നമുക്കിവിടെ TA നെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുക, TA can be written as u by g. Okay, so we got the value for time of ascent of a body which is projected with some initial velocity u. അപ്പോൾ u എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടെ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എടുക്കുന്ന, അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ ടൈം ഓഫ് അസെൻറ്റിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഈസ് u by g.
And one more thing we have to find here, time of ascent മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പറ്റില്ല. നമുക്ക് ആരെ കൂടെ കാണണം? Time of descent കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. Okay, we have to find the time of descent also. Then we have to show that these two values are equal. Time of ascent ഉം time of descent ഉം equal ആണെന്ന് നമുക്ക് prove ചെയ്യണം. So let's consider this as equation number 1. Okay, നമ്മൾ ഇത് equation number 1 ആയിട്ട് നമ്മൾ consider ചെയ്തിരിക്കുന്നു. Now we are moving into the next section, that is we are going to consider the next section, that is we have to find the time of descent here. Time of descent കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to find the time for the total flight. അതായത് ഈ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ, ഓക്കെ, ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തിയത്, അല്ലേ? യു ക്യാൻ കൺസിഡർ ദാറ്റ്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഒരു പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ച് എഗെയിൻ ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയത്തെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദിസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടതിന് ശേഷം ആണ് നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഹിയർ. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്നതിന് വേണ്ടി വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഇൻ കൈനമാറ്റിക് ഇക്വേഷൻ, ദാറ്റ് ഈസ് S is equal to ut plus half at square. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. S is equal to ut plus half at square. സി, ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ സം ടൈം ഇറ്റ് റീച്ചസ് ഗ്രൗണ്ട് അഗൈൻ. വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം അത് ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. സോ വാട്ട് വിൽ ബി ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്? അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് തന്നെയാണ്. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഗ്രൗണ്ട് തന്നെയാണ്. ഓക്കെ, ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് തന്നെയാണ്. സോ അത് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഗ്രൗണ്ട് തന്നെ ആയതുകൊണ്ട് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഹിയർ? ഇവിടുത്തെ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0, അല്ലേ? ഇവിടുത്തെ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഇനീഷ്യൽ പോയിന്റും ഗ്രൗണ്ട് തന്നെയാണ്, ഫൈനൽ പോയിന്റും ഗ്രൗണ്ട് തന്നെയാണ്. സോ വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഈസ് 0. സോ S ക്യാൻ ബി റിട്ടൺ ആസ് 0 ഈസ് ഈക്വൽ ടു u തന്നെയാണ് ഇനീഷ്യൽ വെലോസിറ്റി, ആൻഡ് ടൈം ക്യാൻ ബി കൺസിഡർഡ് ആസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, പ്ലസ് ഹാഫിനെ ഹാഫ് ആയിട്ട് നമ്മൾ എഴുതി. വാട്ട് അബൌട്ട് ദിസ് വാല്യൂ എ? ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് -g, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ കേസിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. സോ യു ക്യാൻ കൺസിഡർ -g ഹിയർ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ സ്ക്വയർ വരുന്നു. നൗ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 0 ഈസ് ഈക്വൽ ടു utf. ഈ പ്ലസും ഈ മൈനസും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? മൈനസ് ആയിട്ട് മാറുന്നുണ്ട്. -half GTF സ്ക്വയർ. ഓക്കെ, -half GTF സ്ക്വയർ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. ഇനി ഈ മൈനസിൻ്റെ ടേമിന്, ഓക്കെ, ഈ മൈനസിൻ്റെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം, അല്ലേ? മൈനസ് ടേമിന് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ വാട്ട് വിൽ ഹാപ്പൻ? അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യു ക്യാൻ റൈറ്റ് ദിസ് വാല്യൂ ആസ്, ഈ മൈനസ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറുന്നു. half GTF സ്ക്വയർ ഈസ് ഈക്വൽ ടു UTF. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ആര് കോമൺ ആണ്? TF എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ യു ക്യാൻ ക്യാൻസൽ ദം. ഈ TF സ്ക്വയറും ഈ TFും തമ്മിൽ അവിടെ എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ എത്ര TF ബാക്കിയുണ്ട്? ഒരു TF ആണ് ബാക്കിയുള്ളത്. അവിടെ ആക്ച്വലി TF സ്ക്വയർ ഉണ്ടായിരുന്നു. ആ TFിൻ്റെ സ്ക്വയറും ഈ TFും തമ്മിൽ എന്തായി പോകും? കട്ട് ചെയ്ത് പോകും. നൗ ദ വാല്യൂ ഈസ് half GTF ഈസ് ഈക്വൽ ടു U. ഓക്കെ, ആൻഡ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആരെയാണ്? ഈ TFിനെയാണ്, നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദിസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ ടൈം ഓഫ് ഫ്ലൈറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യു ക്യാൻ റൈറ്റ് ദാറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു ഇവിടേക്ക് എടുക്കുന്ന ബാക്കിയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് 2 ഉണ്ട്. 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റുവിലേക്ക് പോകും. സോ യു ക്യാൻ റൈറ്റ് 2u ഹിയർ, ആൻഡ് ഹിയർ വി ഹാവ് എ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് കിടക്കുന്നുണ്ട്? ന്യൂമറേറ്ററിൽ നമുക്ക് g കിടക്കുന്നുണ്ട്. ജീനെ നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലേക്കാണ് പോവുക. സോ ദ വാല്യൂ വിൽ ബി 2u/g. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടോട്ടൽ ടൈം ഓഫ് ദാറ്റ് ബോഡി വിച്ച് ഈസ് ഇൻ ദ ഗ്രാവിറ്റി, അല്ലെ? ആ ഒബ്ജക്റ്റിനെ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞ് അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്.
നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ കാണേണ്ടത്? അല്ല, നമുക്ക് കാണേണ്ടത് ആരെയാണ്? ടൈം ഓഫ് ഡിസെൻറ്റിനെയാണ്. ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്നും അടിയിലേക്ക് എത്താൻ എടുക്കുന്ന, ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. സോ ഹൗ യു ക്യാൻ ഫൈൻഡ് ദിസ് ടൈം ഓഫ് ഡിസെൻറ്റ്? ഈ ടൈം ഓഫ് ഡിസെൻറ്റിനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? യു ക്യാൻ ഫൈൻഡ് ദിസ് ടൈം ഓഫ് ഡിസെൻറ്റ് ആസ് time of descent can be find out by subtracting time of flight with the time of ascent. അല്ലേ, ടൈം ഓഫ് അസെൻറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. എന്തിൽ നിന്നും? ടൈം ഓഫ് ഫ്ലൈറ്റിൽ നിന്നും ടൈം ഓഫ് അസെൻറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. എങ്ങനെയാണ് അത് വന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റ് തിരിച്ചെത്തുന്നത് ഇതുവരെ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൽ നിന്നും ടൈം ഓഫ് അസെൻറ്റ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈം ഓഫ് അസെൻറ്റിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എറിഞ്ഞ് അത് ടോപ്പ് പോയിന്റിൽ എത്തുന്നത് വരെ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് അസെൻറ്റിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ഓഫ് ഫ്ലൈറ്റിൽ നിന്നും ടൈം ഓഫ് അസെൻറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗോട്ട് ദർ? നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ടൈം ഓഫ് ഡിസെൻറ്റ് ആണ്. അതായത് അതിൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. സോ ടൈം ഓഫ് ഡിസെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റ് മൈനസ് ടൈം ഓഫ് അസെൻറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ വരുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2u/g മൈനസ് ടൈം ഓഫ് അസെൻറ്റ് എത്രയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ടൈം ഓഫ് അസെൻറ്റ് എത്രയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ we know that time of ascent is equal to u/g. അല്ലേ, നമ്മൾ വാല്യൂ എത്രയാണ് എഴുതി വെച്ചിരിക്കുന്നത്? u/g ആണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഹിയർ. ആ u/g എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ് u/g. ഓക്കെ, നൗ യു ക്യാൻ സീ ദാറ്റ് ഈ ഇതിൽ രണ്ടിലും ആര് കോമൺ ആണ്? u/g എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അല്ലേ, u/g എന്ന് പറയുന്ന ടേം കോമൺ ആണ്. സോ u/gനെ ഞാൻ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ഇവിടെ ആരുള്ളത്? ഒരു 2 ഉണ്ട്. ബാക്കി മൈനസ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരുണ്ട്? ഒരു 1 ഉണ്ടായിരിക്കും. അല്ലേ, ഇയാൾ ഇവിടുന്ന് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരുള്ളത്? 1 ആണുള്ളത്. സോ യു ക്യാൻ റൈറ്റ് u/g into 2 minus 1 and you know the value of 2 minus 1 is equal to 1. Now you have the value for time of descent is equal to u/g. അല്ലേ, ടൈം ഓഫ് ഡിസെൻറ്റിൻ്റെ വാല്യൂ അവിടെ എത്രയായി? u/g എന്ന് പറയുന്ന വാല്യൂ ആയി. ആൻഡ് സപ്പോസ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അല്ലേ, നമ്മളിവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇക്വേഷൻ നമ്പർ 3 ആണ്. ദാറ്റ് ഈസ് ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഈക്വൽ ടു u/g. ആൻഡ് യു നോ ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യു ഹാവ് ടു ഫൈൻഡ് ദ ടൈം ഓഫ് അസെൻറ്റ് ആൻഡ് ടൈം ഓഫ് ഡിസെൻറ്റ് ആർ ഈക്വൽ. അല്ലേ, നമ്മളവിടെ ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നതും ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറയുന്നതും സെയിം വാല്യൂ ആണ്. എത്രയാണ്? u/g എന്ന് പറയുന്ന സെയിം വാല്യൂ ആണ് when an object is projected with some initial velocity u. അല്ലേ, ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മുടെ ഓബ്ജക്റ്റിനെ പ്രോജക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും സെയിം ആണ്. ദാറ്റ് ഈസ് u/g. Now we have another question which is related to kinematic equation, and here we have to show that the displacement in the nth second of a body. Okay, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് which is given by Sn is equal to u plus a into n minus 1/2. See, ഈ ഇക്വേഷനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. സി ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇക്വേഷൻ? ദിസ് ഇക്വേഷൻ ക്ലിയർലി ഗിവ്സ് ദ വാല്യൂ or the displacement of an object which is travelled in the nth second. എന്താണ് object travelled in the nth second എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സി, നമ്മളിവിടെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ കാർ വിച്ച് ഇസ് ട്രാവലിംഗ് വിത്ത് സം വെലോസിറ്റി v, ആൻഡ് ഇഫ് someone asked you that what is the distance or the displacement travelled by the body in 4th second, 4ാമത്തെ സെക്കൻഡിൽ നമ്മുടെ കാർ എത്രമാത്രം ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെ എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു ഹിയർ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഇൻ 4 seconds, 4 സെക്കൻഡിൽ സഞ്ചരിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, മൈനസ് 3 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നും ഈ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 4th second, 4ാമത്തെ സെക്കൻഡിൽ. 4ാമത്തെ ആ ഒരു സെക്കൻഡിലാണ്, ആ ഒരു സെക്കൻഡിൽ നമ്മുടെ കാറിന് എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്?
4 സെക്കൻഡ് വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അതിൽ നിന്നും 3 സെക്കൻഡ് വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്നുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ 4th സെക്കൻഡ്. 4ാമത്തെ സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 4 and 3 we are using the nth second. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ 4 3 എന്നൊക്കെ പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ബട്ട് യൂഷ്വലി ക്വസ്റ്റ്യൻസ് യു വിൽ ആസ്ക് അറ്റ് ഡിഫറെൻറ്റ് ടൈം. സോ നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം ആൻഡ് ദ ജനറൽ ഇക്വേഷൻ ഈസ് ഗിവൺ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് Sn = u + a × n - 1/2. ബട്ട് ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ഹൗ യു ഡിറൈവ് ദിസ് വാല്യൂ. എങ്ങനെ നിങ്ങൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So using the kinematic equation we have to derive this value. നമ്മൾ ഈ ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്തണം. സോ അതിനു വേണ്ടി we are going to consider if the body is moving with some velocity v and it covers a displacement in n seconds. Okay, n സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫോർ nth സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഹൗ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ? ഓക്കെ, nth സെക്കൻഡിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ n-1th സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ n സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് കാണാം. അതിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ ദ n-1 സെക്കൻഡ്സ്. n-1 സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റിനെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ്. അല്ലേ, ഈ nth സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഹിയർ. That is the distance or the displacement traveled in the nth second. nth സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്സ്. n സെക്കൻഡ് എടുത്ത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ nth സെക്കൻഡ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് ut + ½ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ എത്ര സെക്കൻഡാണ്? n ആണ് നമ്മുടെ സെക്കൻഡ്സ്. അതായത് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയാണ്? ഫസ്റ്റത്തെ കേസിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? n ആണ്. സോ ഹൗ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഹിയർ? u ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് t, ടിക്ക് പകരം നമുക്ക് എന്താ വരുന്നത്? n എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. പ്ലസ് ½ ഇൻറ്റു g ഇൻറ്റു ടി സ്ക്വയറിന് പകരം നമുക്ക് എന്താണ് ഇവിടെ വാല്യൂ ഉള്ളത്? n ആണ്. സോ യു ക്യാൻ റൈറ്റ് n². ഓക്കെ, അപ്പോൾ n സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മുടെ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം എത്രയാണ്? un + ½ a ആണ് കേട്ടോ, g അല്ല. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് an². ഓക്കെ, നൗ വി ഹാവ് ദാറ്റ് വാല്യൂ un + ½ an² മൈനസ്. ഓക്കെ, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇനി നമ്മുടെ ടൈം എത്രയാണ്? ടൈം എന്ന് പറയുന്നത് n-1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇവിടെ കൊടുത്തിരിക്കുന്ന ടിക്ക് പകരം നമുക്ക് എത്രയാണ് വാല്യൂ വന്നിരിക്കുന്നത്? n-1 വാല്യൂ ആണ് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? ഇക്വേഷൻ എങ്ങനെയാണ് വരിക? u ഇൻറ്റു ടിക്ക് പകരം n-1 കൊടുക്കുക. ഓക്കെ, പ്ലസ് ½ ഇൻറ്റു എക്ക് പകരം എ തന്നെ, ടിക്ക് പകരം അഗെയിൻ n-1 എന്ത് വരും? all² വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഹിയർ. നൗ un + ½ an² മൈനസ് u ഇൻറ്റു n-1 പ്ലസ് ½ ഇൻറ്റു a ഇൻറ്റു n-1 all². അതായത് സാധാരണ ടി എഴുതുന്നതിന് പകരം നമ്മളിവിടെ ഏത് വാല്യൂ കൊടുത്തു? n-1 എന്ന് പറയുന്ന സമയം നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നൗ വാട്ട് യു ക്യാൻ ഡു ഹിയർ? നമ്മളിതിനെ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നു. ആൻഡ് ഹൗ യു ക്യാൻ റൈറ്റ് ദാറ്റ്? സോ യു ക്യാൻ റൈറ്റ് ഹിയർ ആസ് un + ½ an². ഓക്കെ, മൈനസ്. ഓക്കെ, മൈനസ് വാല്യൂവിനെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ. മൈനസ് വാട്ട് യു ക്യാൻ ഡു ഹിയർ? നിങ്ങൾ ഈ വാല്യൂവിനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് u ഇൻറ്റു n, un മൈനസ് u ഇൻറ്റു -1 എത്ര വരിക? u ഇൻറ്റു -1 എത്രയാണ്? -u ആണ് അല്ലേ? നൗ പ്ലസ് ½ ഇൻറ്റു a ഇൻറ്റു അഗെയിൻ n-1 all². എന്താണ് a - b all² എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. a - b all² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഈസ് a² + b²
minus 2ab അല്ലേ a minus b all square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് a square plus b square minus 2ab എന്നുള്ളതാണ്. ഓക്കെ യൂസിങ് ദാറ്റ് trigonometric value you can find this value as n minus 1 all square എന്നുള്ള വാല്യൂനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതാം that can be written as n square plus 1 square minus 2 into n into 1 2 into n into 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക 2n ആണ് അവിടെ വാല്യൂ വരുന്നത്. സോ വി ഹാവ് ദാറ്റ് ഹാഫ് a into n square plus 1 square minus 2n. now this one can be written as ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ again നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാൻ പോവാണ് that is un plus half an square minus un minus u പ്ലസ് ഈ പ്ലസ് എ എന്ന് പറയുന്നത് ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ഹാഫ് എ ഇൻറ്റു എൻ എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് അഗെയിൻ ഹാഫ് എ ഇൻറ്റു 1 സ്ക്വയർ 1 സ്ക്വയർ എന്ന് എന്താ വാല്യൂ 1 തന്നെയാണ്. സോ യു ക്യാൻ റൈറ്റ് ഹാഫ് എ അഗെയിൻ പ്ലസ് ഹാഫ് എ ഇൻറ്റു മൈനസ് 2n. ഓക്കെ ഈ ഹാഫ് എ ഇൻറ്റു മൈനസ് 2n ആണ് അല്ലേ അവിടെ പ്ലസ് ആണ് വരുന്നത് ഇവിടെ മൈനസ് ആണ് വരുന്നത്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഹിയർ പ്ലസ് ഇൻറ്റു മൈനസ് കൂടെ ചെയ്യുന്നത് എന്തായിരിക്കും മൈനസ് ആണ് ആ വാല്യൂ വരെ. ആൻഡ് ഇവിടെ ഒരു 2 ഉണ്ട് ഇവിടെ ന്യൂമറേറ്ററിലും 2 ഉണ്ട്. സോ ആ 2 തമ്മിൽ എന്തായി പോകും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി അവിടെ ആര് മാത്രമാണ് വരുന്നത് ഒരു എ ഇൻറ്റു എൻ എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് അവിടെ വരുന്നത്. സോ ദ വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് un മൈനസ് യു പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എ മൈനസ് എ എൻ. ഇനി നമ്മൾ ഈ വാല്യൂവിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എഗെയിൻ നമുക്ക് പുറത്ത് എടുക്കുന്ന ഒരു മൈനസ് ആണ്. ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊണ്ടുവരണം. സോ ദ വാല്യൂ വിൽ ബി un പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് un അല്ലേ മൈനസ് un അഗെയിൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് യു വരും. ഓക്കെ അഗെയിൻ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ അഗെയിൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഹാഫ് എ. ഓക്കെ അഗെയിൻ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി വരിക പ്ലസ് ആണ് വരിക പ്ലസ് എ എൻ. ഓക്കെ അപ്പം നമുക്ക് വലിയ ഒരുപാട് ടേമുകളുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ ഏതാണെന്ന് നോക്കാം. സി ഇവിടെ un ഉണ്ട് പ്ലസ് un ആണ് ഇവിടെ മൈനസ് un ആണ് പരസ്പരം എന്തായി പോവും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ വി ക്യാൻ ക്യാൻസൽ ദം. നൗ വേറെ ഏതൊക്കെയാണ് വരുന്നത് സോ un അതേപോലെ തന്നെ മൈനസ് un നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അഗൈൻ വേറെ ഏത് ടേംസ് ഉള്ളത് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട് മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട്. ദിസ് വൺ ക്യാൻ ബി ക്യാൻസൽ ഈച്ച് അതർ അല്ലേ ആ രണ്ടാൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ബാക്കിയുള്ള ടേംസ് ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ടേംസിനെയൊക്കെ നമ്മളിവിടെ എടുത്തെഴുതാം. ബാക്കിയുള്ള ടേംസ് എങ്ങനെ വരിക the other terms can be written as ബാക്കി ഇതിൽ ആരുള്ളത് ഒരു u ഉണ്ട് u. okay so here you can write u here u minus half a plus a n. ഓക്കെ നമുക്ക് ബാക്കിയുള്ള ടേംസിനൊക്കെ അതേപോലെ എടുത്ത് എഴുതി. ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഈ മൈനസ് ഹാഫ് എ എന്നുള്ള അപ്പുറത്ത് കൊണ്ടുവരിക. അതായത് പ്ലസ് എ എൻ ആദ്യം എഴുതുക പ്ലസ് ടേംസിനൊക്കെ ആദ്യം എഴുതുക മൈനസ് ടേംസിന് ലാസ്റ്റ് എഴുതുക മൈനസ് ഹാഫ് എ. ഓക്കെ പ്ലസ് ടേംസിനൊക്കെ ഞാൻ ആദ്യം എഴുതി അത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് പ്ലസ് യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് ടേം ലാസ്റ്റ് ആൻഡ് ഫൈനലി എസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു യു. സി ഈ രണ്ട് ടേമിൽ ആര് കോമൺ ആണ് എ എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം പ്ലസ് എ എന്ന് പറയുന്ന ആളെ എനിക്ക് കോമൺ ആയിട്ട് പുറത്ത് എടുക്കാം. ബാക്കി ബ്രാക്കറ്റിൽ ആരൊക്കെ വരിക ഇവിടെ എ പോയി കഴിഞ്ഞാൽ ബാക്കി ആരുള്ളത് എൻ ഉണ്ട് മൈനസ് അല്ലെ മൈനസ് അതേപോലെ എഴുതി. ഇവിടെ എ പോയി കഴിഞ്ഞാൽ ബാക്കി ആരുള്ളത് ഒരു ഹാഫ് ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് എസ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു n മൈനസ് 1 എന്നുള്ളത് n മൈനസ് 1/2 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു ഡിറൈവ് ഹിയർ അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് വി ഹാവ് ഡിറൈവ്ഡ് ഹിയർ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ nth സെക്കൻഡ്. ഓക്കെ nth സെക്കൻഡിൽ നമ്മുടെ ഓബ്ജക്റ്റിന് എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് ഇക്വേഷൻ യു പ്ലസ് എ ഇൻറ്റു n മൈനസ് 1/2 വേർ n ഈസ് ദ സെക്കൻഡ്സ് അല്ലെങ്കിൽ n ഈസ് ദ ടൈം ദർ. ഓക്കെ എത്രാമത്തെ സെക്കൻഡിലാണോ ചോദിച്ചിരിക്കുന്നത് ആ ടൈം ആണ് n എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. എ ഈസ് ആക്സലറേഷൻ ആൻഡ് യു ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. So now we are going to discuss a new topic that is relative velocity.
സി ബേസിക്കലി റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെൻ വി ആർ കമ്പയറിംഗ് ദ വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് അനദർ, ഒരു ബോഡിയുടെ വെലോസിറ്റി മറ്റൊരു ബോഡിയുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ, നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് യു ആർ സീയിങ് എ പേഴ്സൺ നിയർ യു, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളിലേക്ക് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു കാൺ സീ ഹി ഈസ് മൂവിങ്, അല്ലേ? അയാൾ മൂവ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അയാൾ ചലിക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, when we are comparing the same thing with a person who is standing outside or in the railway station നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം when he is looking inside the train, ആ ട്രെയിനിന്റെ അകത്തിരിക്കുന്ന പേഴ്സൺസ് എല്ലാവരും they are in motion, അല്ലെ? ആ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ അകത്തിരിക്കുന്ന എല്ലാ പീപ്പിൾസും അവിടെ മോഷനിലായിരിക്കും. സോ ബേസിക്കലി നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് when we are relating one's velocity with another body, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മറ്റൊരു ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് relative velocity എന്ന് പറയുന്നത്. See, relative velocity will increase when the objects are moving in the opposite direction. Say example പറഞ്ഞു കഴിഞ്ഞാൽ when we are moving in a train, നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ if you are seeing another train which is passing in the opposite direction, നമ്മുടെ opposite directionലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനെ നോക്കിക്കഴിഞ്ഞാൽ you can see that the train is moving very fastly. ആ ട്രെയിനിന്റെ മോഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ when we are comparing one's motion with another who is moving in the same direction. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഡയറക്ഷനിൽ അതേ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. അവർ ഇറ്റ് ക്യാൻ ഡിക്രീസ് ബിക്കോസ് ദേ ആർ ഇൻ സെയിം ഡയറക്ഷനിൽ സെയിം വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ 0 ആകുന്നുണ്ട്. സോ ഒരാളുടെ വെലോസിറ്റി മറ്റൊരാളുടെ വെലോസിറ്റിയുമായി കമ്പയർ ചെയ്ത് പറയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. ആൻഡ് ഹിയർ ഞാനൊരു ഇൻസിഡന്റ് കൊടുത്തിട്ടുണ്ട്. ഹിയർ വി ക്യാൻ സീ a body A which is moving with a velocity VA and another body B which is moving with a velocity VB. Then the relative velocity of A with respect to B, A യുടെ relative velocity ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, B എന്ന് പറയുന്ന മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ A യുടെ relative velocity, how you can find the relative velocity? You can find the relative velocity by just subtracting the velocity of A minus velocity of B. എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? You can see these two objects, അതായത് A എന്ന് പറയുന്ന ഒബ്ജക്റ്റും B എന്ന് പറയുന്ന ഒബ്ജക്റ്റും they are moving in the same direction. ഈ രണ്ടു പേരും എന്താണ് ചെയ്യുന്നത്? സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, യു ക്യാൻ സേ ഇറ്റ്സ് റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ VA മൈനസ് VB. ഓക്കെ, അവരുടെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ജസ്റ്റ് ബൈ സബ്സ്ട്രാക്ടിങ് ദെയർ ഇൻഡിവിജ്വൽ വെലോസിറ്റീസ്. ഫൈൻ. ആൻഡ് if they are moving in the opposite direction, ഈ പറഞ്ഞ ഒബ്ജക്റ്റുകൾ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും B എന്ന് പറയുന്ന ഒബ്ജക്റ്റും if they are moving in the opposite direction, അവർ പരസ്പരം ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? The relative velocity is given by VA plus VB. അവിടെ അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. That is their velocity gets added up. ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്? that the earlier case that we have already discussed, അല്ലേ? നമ്മൾ നേരത്തെ ഒരു ട്രെയിനിന്റെ കേസ് പറഞ്ഞു. അതായത് ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് പരസ്പരം കാണുന്നത്? they are feeling like they are moving with a higher velocity. അവർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹയർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരാൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഒരാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് we can easily say that their relative velocity gets added up. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും എന്താണ് ചെയ്യുന്നത്? അഡീഷൻ ആണ് അവിടെ നടക്കുന്നത്. We have a problem here. Here we can see a train which is moving with 60 km per hour and another train which is moving with 30 km per hour in the opposite direction. Opposite directionലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. And now initially that is when time t equal to 0 seconds. Okay, time 0 seconds ആയിരിക്കുന്ന ടൈമിൽ we have the displacement of these two train. ഈ രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് which is given as 90 km. So what should here we have to find is that we have to find is the time of their collision. ഈ രണ്ട് ട്രെയിനുകളും കൂട്ടിമുട്ടുന്ന ടൈം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. So in order to find the time of collision, what you have to do is that we can find the velocity is equal to displacement by time.
Okay, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ we can easily find the value for time. ടൈമിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഓക്കെ, നമുക്ക് അവിടെ ടൈമിന്റെ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ടൈം ഓഫ് കൊളീഷൻ ഈസ് ഗിവൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി, where displacement is already given 90 kilometers ആണ്. But what is the case of velocity? Here we have two velocities, അല്ലേ? നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ട്. നമ്മൾ ഈ രണ്ട് വെലോസിറ്റി കൺസിഡർ ചെയ്യണം. So what should we have to find here? നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ ആണ്. നമ്മുടെ ട്രെയിനിന്റെ കേസിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. So what is the relative velocity here? The relative velocity is given by velocity of A. They are moving in the opposite direction. So what should you can take? VA plus VB. So the relative velocity is given by VA plus VB. VA എന്ന് പറയുന്നത് 60 kilometers ആണ് and VB എന്ന് പറയുന്നത് 30 km/h ആണ്. So what is the relative velocity here? You can write as 90 km/h. So the relative velocity is given by 90 km/h. And how can you find the time here? Time of collision. Time of collision is given by displacement by velocity, where displacement is given by 90 meters or 90 kilometers, 90 kilometers divided by relative velocity is given by 90 km/h. So now you can get the time is equal to 1 hour. Okay, you will get the value of time of collision is given by 1 hour. Okay, so this is the problem that is dealing with the relative velocity. And now we are going to look into the different position time graph of different objects which are moving in different velocities. See, consider two bodies, they are moving in the same velocity, like if the body A and body B which are moving with the same velocity, the position time graph can be represented as like this. Our position time graph namukku engane represent cheyan patta? If the velocity of A and velocity of B are equal, we can represent them as the parallel lines. Okay, velocity of A and velocity of B. Okay, ee rendu object ne namukku parallel lines aayittu namukku represent cheyam. As they are parallel lines, ee rendu perudeyum slope equal aayirikkum. See, idoru position time graph aanu. Oru position time graph inde line inde slope kandal namukku endana kitta? Velocity aanu kittunnathu. So definitely ഈ രണ്ട് പേരും പാരലൽ ആണ്. പാരലൽ ആയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ സ്ലോപ്പ് ആണ്. സോ ഈക്വൽ വെലോസിറ്റി ആണ്. So the velocity of A is equal to velocity of B. So ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? What is the relative velocity here? ഈ കേസിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം they are moving with the same velocity here. So the equation will be VAB is equal to VA minus VB. As VA and VB are equal, the relative velocity will be 0. ആ കേസിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. So and the next question is, if the velocity of A is greater than velocity of B. Okay, velocity of A is greater than velocity of B. How can you note that? How can you draw its position time graph? See, the position time graph can be represented like this. The velocity of A is represented like this and the velocity of B is represented like this. ഇതിൽ നിങ്ങൾ നോക്കുക, velocity of B ന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ് when comparable to the velocity of A. അല്ലേ? A എന്ന് പറയുന്ന ബോഡിയുടെ സ്ലോപ്പ് നിങ്ങൾ നോക്കുക, അതിന്റെ സ്ലോപ്പ് വളരെ ഗ്രേറ്റർ ആണ്. സ്ലോപ്പ് ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ വെലോസിറ്റി ഓഫ് A എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. So what you can infer from the graph is that the velocity of A is much greater than velocity of B. കാരണം എന്താണ്? A യുടെ വെലോസിറ്റിയുടെ സ്ലോപ്പ് നോക്കുക നിങ്ങൾ, അതിന്റെ സ്ലോപ്പ് വളരെ ഗ്രേറ്റർ ആണ് when comparable to the body B. B യുടെ സ്ലോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് A യുടെ വെലോസിറ്റി അല്ലെങ്കിൽ A യുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. So you can infer that the velocity of A is greater than velocity of B. And the third one that we are going to draw is that if the velocity of A is opposite to the velocity of B, that is two bodies traveling with same velocity in opposite direction. Okay, if you are considering a train traveling from here and another train traveling from here and they are moving with same velocity, then their graph can be represented as like this. Then their graph can be represented like this. If this is the velocity of A
and this is the velocity of B, and they are colliding at a particular point, and this is the collision time. ഈ ടൈമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പരസ്പരം കൊളൈഡ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ്? ബിക്കോസ് ദീസ് ടു ലൈൻസ് വിൽ മീറ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് ദ കൊളൈഡിംഗ് പോയിന്റ്. ഓക്കെ, അവർ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ കൊളൈഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്ന ബോഡിയും ബി എന്ന് പറയുന്ന ബോഡിയും കൊളൈഡ് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്, മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും. ആൻഡ് ആ സമയത്തിനെ നമുക്ക് കൊളൈഡിംഗ് ടൈം എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഹിയർ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒന്ന് പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഒന്ന് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ആൻഡ് ഹിയർ യു ക്യാൻ ഈസിലി സേ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് എ ഈസ് ഓപ്പോസിറ്റ് ടു ദ വെലോസിറ്റി ഓഫ് ബി, ബട്ട് ദേ ആർ ഇൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എയുടെയും ബിയുടെയും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ അവരെന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് വൺ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ലൈക്ക് ദിസ്. So these are the three graph which is representing the relative velocity of A and B on different occasions.